ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനേ, ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുവേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുവേ, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 41 സങ്കീർത്തനം 10 വാക്യം. ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് യഹോവേ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ. ദൈവത്തിൻ്റെ കരുണയ്ക്കായി ദാവീദ് പ്രാർത്ഥിക്കുന്നു. കഷ്ടപ്പാടുകൾ സമയത്ത് ദൈവത്തിൻ്റെ കൃപയ്ക്കും പ്രീതിക്കും വേണ്ടി നാം അപേക്ഷിക്കണം. വീഴ്ത്തപ്പെട്ടവരോ ഒറ്റപ്പെട്ടവരോ ആയ ഓരോ വിശ്വാസിയുടെയും പ്രാർത്ഥനയാണ് ഇത്. പ്രതിസന്ധികളിൽ സഹായത്തിനായി ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക. ദാവീദ് ഒരു രാജാവാണ്. എന്നാൽ അവൻ തൻ്റെ അധികാരങ്ങളിലേക്ക് നോക്കാതെ തൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ക്ഷീണിതരോ മുറിവേറ്റവരോ അന്യായം ചെയ്യപ്പെട്ടവരോ ആണെങ്കിലും നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം: കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ. എനിക്ക് എന്നെ തന്നെ ഉയർത്തുവാൻ കഴിയുകയില്ല, എന്നെ എഴുന്നേൽപ്പിക്കണമേ. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ഇതായിരിക്കണം: ഞാൻ മുറിവേറ്റിരിക്കാം, പക്ഷേ ഞാൻ വീണ്ടും എഴുന്നേൽക്കും. എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് മറ്റുള്ളവർ പറയും, എന്നാൽ ഞാൻ ജീവിക്കും. കാരണം ദൈവം എളിയവരെ ഉയർത്തുന്നവനും ദുർബലരുടെ ശക്തിയും തളർന്നവനെ സുഖപ്പെടുത്തുന്നവനുമാണ്. ദാവീദിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം: കർത്താവേ, എന്നോട് കരുണ കാണിക്കുകയും എന്നെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.